ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് എക്സാമിനെ പറ്റിയിട്ട് പറയാം. ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് എക്സാം തന്നെ ഇങ്ങനെ ഇത്രയും പാടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ഫിസിക്സ്, പിന്നെ ഇന്ന് മാത്സ് എന്താ ഇങ്ങനെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങോട്ട് പോകുന്തോറും ഹാർഡ്നെസ് ഇങ്ങനെ കൂടി വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ട്രാൻസിറ്റീവാണ്. പിന്നെ രണ്ടാമത്തെ ഞാൻ ആ ഓർഡർ പെയർ എഴുതിയത് നമ്പറാണോ എത്ര എണ്ണം വേണമെന്നാണോ എഴുതേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ രണ്ടാമത്തേത് സി, പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് 5π/6. മൂന്നാമത്തേത് സ്ക്യൂ സിമെട്രിക്, അതിൻ്റെ അടുത്തത് -1. നാലാമത്തേത് എൻ്റെ തെറ്റാന്ന് തോന്നുന്നു. അത് എങ്ങനെ എനിക്ക് ഈ ആൻസർ കിട്ടിയെന്നോ അവിടെ ഇരിക്കുമ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ മൊത്തം പുകയായി പോയിട്ട് ഇന്നലെ രാവിലെ തൊട്ട് പഠിച്ചതും ഇന്ന് രാവിലെ പഠിച്ചതും ഒന്നും എൻ്റെ തലയിലപ്പോൾ വന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം കിട്ടിയപ്പം എന്തൊക്കെ അറിയാമെന്ന് തോന്നി. പക്ഷേ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ 3D നോക്കിയിട്ടില്ലായിരുന്നു, 3D നോക്കാതെ പോയെ. പിന്നെ അതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. 3D നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു, വെക്ടറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ അഞ്ചാമത്തേൻ്റെ ആൻസർ ലോഗ് മോഡ് cos x + sin x + c. അതിൻ്റെ രണ്ടാമത്തേത് ഹാഫ് ടാൻ ഇൻവേഴ്സ് x - 3/2 + c. ആറാമത്തേതാണെങ്കിൽ ഓർഡർ 2, പിന്നെ ഡിഗ്രി 1. അതിൻ്റെ ബി പാർട്ട് ടാൻ ഇൻവേഴ്സ് y = ടാൻ ഇൻവേഴ്സ് x + c എന്ന് കിട്ടും. ഞാൻ അവിടം വരെ എഴുതിയുള്ളൂ, പക്ഷേ ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു. അതിനിയും ചെയ്യണമെന്ന് അറിയത്തില്ല. 2 മാർക്കേ ഉള്ളൂ, അതുകൊണ്ട് ഇനിയും മാർക്ക് തരുമായിരിക്കും. അതിൻ്റെ 9th ക്വസ്റ്റ്യൻ ബി ആണല്ലോ, ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ അല്ലേ, കണ്ടിന്യൂസ് അല്ലാത്തത്. പിന്നെ അതിൻ്റെ ബി എനിക്ക് കിട്ടിയില്ല. അത് ഈ തീറ്റ വന്നതാണ് പ്രശ്നം. അല്ലാതായിരുന്നെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയറിനകത്തും കണ്ടിട്ടുണ്ടല്ലോ, ടീച്ചർ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ തീറ്റ കോസ് തീറ്റ, അതുപോലെ തീറ്റ സൈൻ തീറ്റ, അത് രണ്ടും വന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ 10ാമത്തേത് ചെയ്തു, അത് 5 സെൻറ്റിമീറ്റർ. പിന്നെ 11ാമത്തേതിൻ്റെ എ, അത് 0 ആയി വരുന്നത്, മറ്റേ ഓടായതുകൊണ്ട് 0 വരും. അതിൻ്റെ ബിയും തെറ്റി. അതിൻ്റെ ബി എങ്ങനെയാണ് 7/2 കിട്ടി, പക്ഷേ 11/4 എങ്ങാണ്ടാണ് കാണിക്കുന്നത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം. പക്ഷേ ഇനി അത് ഏതാ ശരിയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ തെറ്റായിരിക്കും മിക്കവാറും. പിന്നെ 12ാമത്തേത് 9/4, വൈ ആക്സിസിലെ ചോദിച്ചത്. ഇത് എക്സ് ആക്സിസിലെ ഒരു പരബോള തന്നിട്ട് വൈ ആക്സിസിലെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അത് സാധാരണ എക്സ് ആക്സിസിലെ തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ വട്ടത്തെ ക്വസ്റ്റ്യൻ എല്ലാം ഒരുമാതിരി വളഞ്ഞു മുക്കി പിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു എല്ലാം. പിന്നെ അതിൻ്റെ 12ൻ്റെ രണ്ടാമത്തേത് എൻ്റെ ആൻസർ 3π എനിക്ക് കിട്ടിയേ. അതിനി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 6π അങ്ങോട്ടാന്ന് തോന്നുന്നു ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടത്. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുമാതിരി തലറങ്ങുന്ന കൂട്ട് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തോ അറിയാവുന്നത് വരെ കൊണ്ടിട്ട് തെറ്റിച്ച് അപ്പോഴത്തെ ഒരു ടെൻഷനിലായിരിക്കും. ഇപ്പം ആകെ 1.5 മണിക്കൂർ, 1.5 മണിക്കൂറല്ലേ 2 മണിക്കൂറാണെന്ന് തോന്നുന്നു എക്സാമിൻ്റെ ടൈം ടോട്ടൽ. നേരത്തെ 2.5 മണിക്കൂറായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ചിപ്പം അത്രയാക്കി കഴിഞ്ഞപ്പം തീരെ സമയമില്ലാത്തോട്ട്. നേരത്തെ ഇച്ചൂടൊക്കെ സമയം കിട്ടുമായിരുന്നു. പിന്നെ 13ാമത്തേത് തെറ്റായിരിക്കും, 14ാമത്തേതും തെറ്റായിരിക്കും. ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ശരിക്കും പഠിച്ചുകൊണ്ട് പോയതാണ്, പക്ഷേ എന്താണെന്നറിയത്തില്ല, അവിടെ ചെന്നപ്പോൾ ഒന്നും കാണുന്നില്ല. 15ാമത്തേത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി, പക്ഷേ കോസ് ഇൻവേഴ്സ് 30 സംതിങ് ആണെന്ന് തോന്നുന്നു, 28 പക്ഷേ ഞാൻ എഴുതിയത്. ആ മൈനസിൻ്റെ എന്തോ മൈനസും പ്ലസും മാറിപ്പോയി കഴിഞ്ഞപ്പം വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഡിനോമിനേറ്റർ ശരിയാണ്. ലാസ്റ്റ് ഒരു സ്റ്റെപ്പിലെങ്ങാണ്ടാണ് തെറ്റിയത്. അപ്പോൾ അതിന് മാർക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ മാർക്ക് തരുമായിരിക്കും. 12ാമത്തേതും എൻ്റെ തെറ്റാന്ന് തോന്നുന്നു, 12 അല്ല 17ാമത്തേതും എൻ്റെ തെറ്റാന്ന് തോന്നുന്നു. x 5ഉം y 2ഉം z -1 എനിക്ക് കിട്ടിയത്, പക്ഷേ 1 2 3 അങ്ങണ്ട. 18ാമത്തേത് ഞാൻ ഓൾവേസ് ഡിക്രീസിങ് എഴുതിയത്. അതിൻ്റെ ബി 2π ആണ് എഴുതിയത്. പിന്നെ 3 എന്തുവാ 21ഉം -11ഉം ആണെന്ന് തോന്നുന്നു. ഇതൊന്നും ഞാൻ പിന്നെ അങ്ങോട്ടുള്ളതൊന്നും ഞാൻ നോക്കിയില്ല, എനിക്ക് നോക്കാനുള്ളൊരു ശക്തി കിട്ടിയില്ല. പിന്നെ 19ാമത്തേതിൻ്റെ 1ാമത്തേത് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ, സമയം കിട്ടിയില്ല. അത് tan x - sec x + c. പിന്നെ 20ാമത്തേത് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തേ ഉള്ളൂ, അതും എനിക്ക് ഉറപ്പില്ല ശരിയാണെന്ന്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരീക്ഷ എഴുതുന്നത്, ഇത്രയും പാടുള്ളൊരു പരീക്ഷ. ഇനി അടുത്തത് നാളെ ഈ അര ദിവസം മാത്രമേ ഉള്ളൂ കെമിസ്ട്രി പഠിക്കാൻ, അതിനി എങ്ങനെയാവും ദൈവത്തിനറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ടൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ ഇതനുസരിച്ച് ഫൈനൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഒരുപക്ഷെ ഇത്രയും ഹാർഡായിരിക്കുമോ അല്ലെങ്കിൽ ഈസി ആയിരിക്കുമോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് വേണം നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ +1 ആയിരുന്ന സമയത്ത് 2007 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പം മിക്ക സബ്ജക്റ്റിൻ്റെയും ഗൈഡ് തന്നായിരുന്നു. അപ്പം ഗൈഡല്ല, ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പോൾ അതിൽ നിന്ന് എല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ അരിച്ച് പറക്കി അവിടെ നിന്നൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ വട്ടം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള പോരായ്മ കാണാനുമുണ്ട്. എന്താണോ ഇനി, അതുകൊണ്ട്
സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞ് നമുക്കിനി ഒന്നും ചെയ്യാനില്ല, അടുത്ത എക്സാമിന് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൊട്ട് ഒരുപാട് സമയം കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് സമയമുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് യൂണിറ്റ് എക്സാമുകളോ അതും ഇതൊക്കെ നടക്കുമായതുകൊണ്ട് ആ സമയത്തും ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഗൈഡ്സിൻ്റെ സ്കൗട്ടിൻ്റെ ക്യാമ്പ്, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ക്യാമ്പും അതുപോലെ ടൂറും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മാത്സ് ഒന്നും ചെയ്ത് നോക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള നല്ല പോരായ്മ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ ക്രിസ്മസ് വെക്കേഷൻ ഇട്ടെന്ന് വേണം ഇതെല്ലാം നികത്താൻ, അതേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിനി സമയമൊന്നുമില്ലല്ലോ, പ്രാക്ടിക്കലും അത് ഇതൊക്കെയല്ലേ. അതുകൊണ്ട് ഇനിയെങ്കിലും ശരിക്ക് PYQ ഒക്കെ നോക്കി വേണം ചെയ്യാൻ. കാരണം ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ തളർന്നുപോയി. അതിന് എങ്ങനെ അത് റിക്കവർ ചെയ്തെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് മൂവ് ഓൺ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.